ആദ്യ ഗഡുവായിട്ട് ഒരു 50 ലക്ഷം രൂപ ഇങ്ങ് തന്നാ മതി. തൽക്കാലം ഞാനെങ്കിൽ ക്ഷമിക്കാം. ഇത് കൊള്ളാവുന്ന ഓഫറാ. ഹരിയേട്ടാ, വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് തളർന്നുള്ള നിങ്ങളുടെ ഈ നിപ്പ് കാണാൻ. പിന്നെ പണം കൊണ്ടുവരുമ്പോ ഹരിയേട്ടൻ മാത്രം വന്നാ പോരെ, അച്ഛനും കൂടെ വരണം. അച്ഛന്റെ കയ്യിൽ നിന്നേ ഞാൻ ആ പണം വാങ്ങും. എന്നാലേ ആദ്യം പുറത്തിറങ്ങും. അപ്പോ ഡിമാൻഡ് എല്ലാം സംസാരിച്ച് തീർന്നു. നൗ യുവർ ടൈം സ്റ്റാർട്ട്സ്. വീണ, പണത്തിന്റെ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം. അത് ഞാൻ പാലിച്ചിരിക്കും. പക്ഷേ നീ ഇപ്പൊ കുഞ്ഞിനെ എന്റെ കൂടെ വിടണം. ബെസ്റ്റ്. ഇങ്ങനൊരു മണ്ടത്തരം വീണയുടെ മുമ്പിൽ എഴുന്നള്ളിക്കാൻ തോന്നിയല്ലോ. അഭ്യാസം ഇറക്കാതെ ഇറങ്ങിപ്പോടും. ഒന്ന് നിന്നേ. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ മുതല് വീണയെ എങ്ങനെ കീഴടക്കാന്നായിരിക്കും ചിന്തിക്കുന്നേ. ഒരുപാട് വഴികൾ മനസ്സിൽ തെളിഞ്ഞു വരും. പോലീസുണ്ട്, സബ് കളക്ടർ മനു ഉണ്ട്, പിന്നെ ഹരിയേട്ടന്റെ ചങ്കൂറ്റമുണ്ട്. എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിച്ചാ ഞാൻ കൊഴഞ്ഞു പോവേ. പക്ഷേ നിങ്ങളത് ചെയ്യില്ല. കാരണം ആൾക്കാരുടെ ആയുസിനോട് വീണയ്ക്ക് വലിയ മതിപ്പില്ലാന്ന് നിങ്ങൾക്കറിയാലോ. ചെല്ല്. എന്നിട്ട് നീ എന്തിനാ നേരെ ഇങ്ങോട്ട് വന്നത്? എടാ, നിനക്ക് ആ മനുവിനെ വിളിച്ച് കാര്യം പറയാൻ മേലായിരുന്നോ? പോലീസുകാരോട് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറയാൻ പാടില്ലായിരുന്നു. അവര് ചോദിക്കുമ്പോ അവള് പറയുമായിരുന്നല്ലോ കുഞ്ഞെവിടെ ഉണ്ടെന്ന്. അമ്മാവ, അവളെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. കൊല്ലണമായിരുന്നു. ജീവൻ പോകുന്ന അറിയുമ്പോഴേ അവള് പേടിക്കില്ലായിരുന്നോ? ഇല്ലേ? അതൊക്കെ അപകടമാ. അവളെല്ലാം തീരുമാനിച്ചിറങ്ങിയിരിക്കുക. പോലീസുകാരുടെ മുമ്പിലെത്തുമ്പോ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവൾക്ക് പറഞ്ഞൂടെ? കിട്ടിയ അവസരം നോക്കി ഞാനും അമ്മാവനും കൂടി അവളോട് പ്രതികാരം ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞൂടെ? അല്ല, അപ്പോ അവള് മനുവിന്റെ വീട്ടിലേക്ക് വിളിച്ചതിന് തെളിവില്ലേ? അമ്മാവ, അതൊരു അപകടം നടന്നപ്പം വിളിച്ചതാണെന്ന് അവൾക്ക് പറഞ്ഞൂടെ? ജ്യോതിയൊക്കെ അവൾക്ക് അറിയാവുന്നതല്ലേ? അമ്മാവ, നമുക്കിപ്പോ മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവള് ചോദിച്ച പണം കൊടുക്കണം. അവ പണമൊന്നും കൊടുക്കാൻ പറ്റൂല. അവൾക്കൊരു കാശ് കൊടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ. അതിനൊരു മാറ്റവും ഇല്ല. എങ്കിൽ പിന്നെ അമ്മാവൻ ആ പണം കെട്ടിപ്പിടിച്ചങ്ങിരുന്നോ? അപകടത്തിലാവാൻ പോകുന്ന നിത്യയുടെ ജീവിതം. അതെ, നമ്മളോടുള്ള വാശിക്ക് വീണ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അന്ന് അമ്മാവന്റെ സ്വത്തിന് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മാവ, ഒരു കോംപ്രമൈസിന് വീണ തയ്യാറാവില്ല. വാശി പിടിച്ചാൽ അവൾ നമ്മളെ വേദനിപ്പിക്കും. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്തിനാ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്? കൊടുത്തേക്ക്. ഇതൊക്കെ അവളുടെ കൂടി അവകാശമല്ലേ? അവകാശത്തിന്റെ കാര്യം നീ എന്നോട് പറയണ്ട. പിന്നെ അവളെക്കാളും 1000 മടങ്ങ് ഞാൻ സ്നേഹിക്കുന്ന കൊച്ച നിത്യ. അവക്കൊരു പ്രശ്നം വരുമ്പോ മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാ പറഞ്ഞത്. അവള് ചോദിക്കുന്ന പണം കൊടുക്കാം, സ്വത്ത്. അത് തന്നെയാ നല്ലത്. വീണയാണ് ഇത് ചെയ്തതെന്നുള്ളത് മനുവിന്റെ കുടുംബം അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പഴിയും കൂടെ കേൾക്കേണ്ടി വരുന്നത് നിത്യയായിരിക്കും. അത് ശരിയാ. അല്ല, പക്ഷേ ഇപ്പോ ബാങ്ക് സമയം കഴിഞ്ഞു കാണത്തില്ലേ? ഇനി നമ്മൾ എവിടെ പോയിട്ട് കാശുണ്ടാക്കാനാ? അയ്യോ, അതൊരു പ്രശ്നമാണല്ലോ. ആണല്ലോ. അല്ല, നാട്ടിലായിരുന്നെങ്കിലേ
ആരോടും 10 പേരോട് ചോദിച്ചിട്ട് തുക നമുക്ക് അറേഞ്ച് ചെയ്യായിരുന്നു. ഏ അല്ല ഇനിയിപ്പോൾ എന്തുവാ മാർഗം? ഏ ഏ? അല്ല ഞാനിപ്പോഴും പറയുവാണേ, ചോദിക്കേണ്ട രീതിയിൽ അവളോട് ചോദിച്ചാ അവള് ഒന്ന് നിർത്തുന്നുണ്ടോ? ഓ നിർത്തി. ഒരു ചെകുത്താനെ പോലെ അവൾ എന്റെ മുന്നിൽ നിന്നത്. കൊല്ലാനും തിന്നാനും മടിയില്ലാത്തവൾ അവള്. അമ്മാവ, അവളുടെ സ്വഭാവം മാറ്റിയെടുത്തിട്ടോ അവളെ തീർത്തിട്ടോ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കണ്ട. അത് ഞാൻ തീർത്ത് പറയാ. ശേ, നിത്യേച്ചി, ഗിരിനഗർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാ. അവിടം വരെ ആദ്യം കൂട്ടി നിത്യേച്ചി എന്തിനാ പോയേ? ചോദിച്ചു കേട്ടില്ലേ? മനു, ഗിരിനഗറില് ഒരു പാർക്കുണ്ട്. അവിടെ പോകുന്നത് അതിമോന് വലിയ ഇഷ്ടം. എന്നിട്ട് പാർക്കിൽ പോയോ? ഇല്ല, അതെന്തോ പറ്റി? അതിനു മുൻപ് ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറയുന്നതായിരുന്നില്ലേ കുറച്ചുകൂടെ എളുപ്പം? അല്ല, എന്താ അവനെ തനിച്ചു കൊണ്ടുപോകാൻ തോന്നിയത്? മോനെ, അമ്മ മിണ്ടാതിരിക്കും. എല്ലാവരും കൂടി പറയുമ്പോ ആദ്യം ബഹളം വെക്കുമെന്ന് തോന്നി. നിത്യേച്ചിയുടെ ഒരു കുഴപ്പം ഇതാ. മറ്റുള്ളവരിൽ നിന്ന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് സ്വയമായിട്ട് അങ്ങ് ധരിച്ചു വെച്ചിരിക്കുക. ജ്യോതി, നീ ഇവിടെ മിണ്ടാതെ നിന്നാ മതി. ആദ്യമായി കാണാതായപ്പോ നിത്യേച്ചി എന്താ ആരെയും വിളിക്കാതിരുന്നേ? അല്ല, നോർമലി എല്ലാവരും അങ്ങനെയാണല്ലോ ആദ്യം ചെയ്യുക. മനു, ഞാൻ അവിടെ മുഴുവൻ ഓടി നടന്ന് നോക്കായിരുന്നു. പക്ഷെ ആദ്യം അവിടെ എങ്ങും കണ്ടില്ലായിരുന്നു. എന്താ മനുവിന്റെ ചോദ്യങ്ങള് ഈ രീതിയിലൊക്കെ? എന്നെ നിനക്ക് സംശയം വല്ലതുണ്ടോ? ഒരു കാര്യം സംഭവിക്കുമ്പോൾ അന്വേഷണം ഈ രീതിയിലേക്ക് ആയിരിക്കും. എനിക്ക് പകരം ഒരു പോലീസ് ഓഫീസർ വന്നിരുന്നാലും നിത്യേച്ചോട് ഈ ചോദ്യങ്ങൾ അവർ ചോദിച്ചിരിക്കും. അത് ഞാൻ ഒഴിവാക്കിയതാ. അറിയാലോ, മനു ഒന്ന് വിളിച്ചു പറഞ്ഞാലേ എത്ര വലിയ ഉദ്യോഗസ്ഥനും വരൂ ഇവിടെ. അറിയാം. നിത്യേച്ചി, ഞാൻ ഈ പ്രശ്നം വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എത്ര നേരം എനിക്കത് പറ്റുമെന്ന് അറിയില്ല. ആദ്യമോനെ കാണാതായതിൽ എനിക്ക് വിഷമമുണ്ട്.
എടാ നീ നീ അവളെ ഒന്ന് വിളിക്ക്. എന്നിട്ട് എന്ത് പറയാൻ? പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ഒന്നും പറയണ്ട. നീ വിളിക്ക്. അമ്മാവ എടാ, ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കാനല്ലെന്ന്. നീ ഒന്ന് വിളിച്ചേ. ഹലോ ഹരിയേട്ടാ, പോയിട്ട് കുറെ നേരം ആയല്ലോ. ഞാൻ നിന്റെ അച്ഛന് കൊടുക്കാം. ആ അമ്മാവന് നിന്നോട് സംസാരിക്കണമെന്ന്. അയ്യോ, അതിനെനിക്ക് അച്ഛനില്ലല്ലോ. ഉണ്ടായിരുന്നു, പക്ഷേ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് പൂജയൊക്കെ ചെയ്ത് അതങ്ങ് അവസാനിപ്പിച്ചില്ലേ. അപ്പൊ പിന്നെ എന്തിനാ സംസാരിക്കുന്നേ? ഞാൻ കൊടുക്കാം. ആ ആ ആ. ഹലോ, ആരാ? ഞാൻ നിന്റെ ഒരു വകയിലൊരു അച്ഛൻ. ആരുടെ? ആ, നമ്മൾ തമ്മിലിപ്പോ അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ. ഇപ്പൊ ഞാൻ വീണ, എന്നോട് സംസാരിക്കുന്നത് രാമകൃഷ്ണൻ, അത്രയല്ലേ ഉള്ളൂ. ആ, അത്രയും മതി. ആ, അതൊക്കെ പോട്ടെ, സത്യം പറ. ആ കുഞ്ഞെവിടെ ഉണ്ട്? ഹ്, ഏത് കുഞ്ഞ്? നിങ്ങളും ഞാനും തമ്മില് ഏത് കുഞ്ഞിന്റെ കാര്യം സംസാരിക്കേണ്ടത്? എന്റെ കുഞ്ഞിന്റെ കാര്യമാണെങ്കില് അതിന് നിങ്ങൾ അവളെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിനല്ലേ എന്നെ അവിടെ നിറക്കി വിട്ടത്. എടി ദേ, വേഷം കെട്ട് കാണിക്കാതെ. ഞാൻ ആദ്യയുടെ കാര്യം ചോദിച്ചേ. അതിനുള്ള ചോദ്യം ഉത്തരവൊക്കെ നിങ്ങളുടെ മരുമകനില്ലേ ഹരി, അയാളോട് പറഞ്ഞു കഴിഞ്ഞതാ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഞാന് പിന്നെ നീ ചോദിച്ച പണം തരാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ ദേ, ഇന്ന് ബാങ്കിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ, അതുകൊണ്ട് നാളെ പൈസ എടുത്ത് തരാൻ പറ്റൂ. മതി. ആ, പക്ഷേ അതുവരെ കുഞ്ഞിന്റെ കാര്യമൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഓ, അതായത് കുഞ്ഞിനെ ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്തിക്കണോന്ന്, ആ എന്നിട്ട് പണത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണോന്ന്. ആ നിങ്ങളുടെ വയസ്സ് പോലെ തന്നെ ബുദ്ധിക്ക് നല്ല പഴക്കമുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ മണ്ടത്തരം പറയാൻ നിൽക്കരുത്. തൽക്കാലേ വേറെ മാർഗമില്ലാത്തോണ്ടാ. ആര് പറഞ്ഞു മാർഗമില്ലെന്ന്? സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ആ വീടിന്റെ ആധാരം എടുത്തോ, എന്നിട്ട് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി എനിക്കത് ഇഷ്ടദാനം തരാണെന്ന് പറഞ്ഞ് ഒരു മുദ്രപത്രം റെഡിയാക്കിക്കോ. അത് കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നാ മതി. നീ എല്ലാം കൂടെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? അതെ, ഇനി കണക്ക് പറച്ചിലല്ലാതെ നിങ്ങളോട് എനിക്ക് എന്താ ബാക്കിയുള്ളത്? എന്നെ പെരുവഴിയിലിറക്കിയ നിങ്ങളെ പെരുവഴിയിലാക്കിയിട്ടേ വീണ ഇനി വിശ്രമിക്കൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വീടിന്റെ ആധാരം, മുദ്രപത്രം. ഇത് രണ്ടും കൃത്യമായിട്ട് എന്റെ അടുത്ത് എത്തിയാൽ മാത്രം ആ കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാ മതി. അല്ലെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. ഹലോ, ഡീ ഡീ അമ്മാവ എന്തു പറ്റി അമ്മാവ? അവൾ എന്താ പറഞ്ഞത്? ഓക്കെ, ഈ വീടിന്റെ ആധാരം വേണം. അതുമാത്രമല്ല, ഇഷ്ടദാനം എഴുതിയ പത്രവും. വലയിൽ വീണ് കിടക്കാണെന്നറിഞ്ഞപ്പോ അവളെല്ലാം കൂടെ എന്നെ തീരുമാനിച്ചതാ. ദാ.
അമ്മാവിൻ്റെ തീരുമാനം എന്താ? കുടിക്ക് കുടിക്ക്. ഹരിയാണല്ലോ. ആ ഹരി, മോൻ ഇവിടെ നിന്ന് പോയായിരുന്നോ? ആൻറ്റി, ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാനിങ്ങി പോകുന്നു. നിത്യയുടെ കണ്ടീഷൻ ഇപ്പം എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ള കുഴപ്പങ്ങൾ ഹരിക്കറിയാലോ. ആൻറ്റി, നിത്യയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ? ആ ശരി, സംസാരിക്കുമോളെ. ഹരി, നിത്യ, താൻ പേടിക്കണ്ട കേട്ടോ. ആദിമോനൊന്നും സംഭവിക്കില്ല. ഞാൻ ആദിമോനെ തെരഞ്ഞിറങ്ങുക. എവിടേക്ക്? ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. താൻ ഒരുപാട് നേരം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരില്ല. ഞാൻ ആദിമോനെയും കൊണ്ടേ തൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണല്ലേ? അല്ലടോ, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകളെ വിശ്വാസമുണ്ടെങ്കിൽ താൻ കാത്തിരുന്നോ. മോനെയും കൊണ്ട് ഞാൻ വന്നിരിക്കും. അമ്മേ, ഹരി ആദിമോനെ അന്വേഷിച്ച് പോവാണെന്ന്. ആദിമോനെയും കൊണ്ട് തിരിച്ചു വരൂ എന്നും പറഞ്ഞു. മനുവിന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാർ ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇതിന്റെ ഇടയിൽ ഹരി എവിടെ പോയി കണ്ടുപിടിക്കാന്? എനിക്കറിയില്ല അമ്മേ. പക്ഷെ ഹരിയുടെ വാക്കിൽ എന്തോ ആത്മവിശ്വാസമുണ്ട്. ഹരിക്കതിന് സാധിക്കട്ടെ. ദൈവം കനിയാണെങ്കിൽ ആദിമോനെ കാണിച്ചു കൊടുക്കട്ടെ. അമ്മേ, എല്ലാവരും പുറത്തുണ്ടോ? ഉണ്ട്. ജ്യോതി ഉൾപ്പെടെയാ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തിറങ്ങി ചെല്ലാനൊരു മടി. ഹോസ്പിറ്റലിലായതുകൊണ്ട് ആരും കൈ ഉയർത്തുന്നില്ല. അല്ലെങ്കിൽ അതും ചെയ്തേനെ അല്ലേ അമ്മേ? പരിഹാരമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് മോളെ. ആദിമോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതെ ഈ പ്രശ്നം അവസാനിക്കില്ല. പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല. ഈശ്വരാ, എന്റെ മോനിപ്പോ എവിടെയായിരിക്കും? ഞാനിപ്പോ കുഞ്ഞുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. നിങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നാ മതി. കാര്യങ്ങൾ സ്മൂത്തായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോ എതിർത്ത് തോൽപ്പിക്കാനാവും അയാളുടെ വരവ്. അങ്ങനെയാണെങ്കിൽ അയാൾ ജീവനോടെ തിരിച്ചു പോകാൻ പാടില്ല. മനസ്സിലായല്ലോ?
വീണാൻറ്റി വീണാൻറ്റി എന്നിവിടെ പൂട്ടിട്ടിരിക്കുക വീണാൻറ്റി.